ജയപരാജയങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനാവാത്ത മേഖലയാണ് സിനിമ. അതാത് സമയത്ത് തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന തെരഞ്ഞെടുപ്പുകളാണ് അഭിനേതാക്കളും സംവിധായകരുമൊക്കെ ചെയ്യുന്നത്. അതിൽ ചിലത് പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കും, മറ്റു ചിലതിനെ തള്ളിക്കളയുകയും ചെയ്യും. അതത് കാലത്ത് താരങ്ങളുടെ ജനപ്രീതിയെ നിയന്ത്രിക്കുന്ന സുപ്രധാന ഘടകം സിനിമയുടെ ജയപരാജയങ്ങൾ തന്നെയാണ്. എന്നാൽ സീനിയർ താരങ്ങൾക്ക് അതിൽ ചില ഇളവുകളും പ്രേക്ഷകർ നൽകാറുണ്ട്. തുടർ പരാജയങ്ങൾക്ക് ശേഷവും ഒറ്റ ചിത്രത്തിലൂടെ അവരിൽ പലർക്കും വൻ തിരിച്ചുവരവുകൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ളതും അതുകൊണ്ടാണ്. ഇപ്പോഴിതാ ജനപ്രീതിയിൽ ഏറ്റവും മുന്നിലുള്ള 5 മലയാളി നായിക താരങ്ങളുടെ ലിസ്റ്റ് പുറത്തെത്തിയിരിക്കുകയാണ്. പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ പുറത്തുവിട്ട ലിസ്റ്റാണ് ഇത്. ജനുവരി മാസത്തെ വിലയിരുത്തൽ അനുസരിച്ചുള്ള പട്ടിക. 2023 ഡിസംബറിലെ ഓർമാക്സ് ലിസ്റ്റിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം 5ാം സ്ഥാനത്തുണ്ടായിരുന്ന ദുൽഖർ സൽമാൻ ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയി എന്നതാണ്. പകരമെത്തിയിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്. മറ്റ് 4 പേരും പഴയ ലിസ്റ്റിൽ ഉള്ളവർ തന്നെയാണെങ്കിലും സ്ഥാനങ്ങളിൽ ചെറിയ മാറ്റമുണ്ട്. 3ാം സ്ഥാനത്തുണ്ടായിരുന്ന ടൊവിനോ 4ാം സ്ഥാനത്തേക്കും 4ാം സ്ഥാനത്തുണ്ടായിരുന്ന ഫഹദ് ഫാസിൽ 3ാം സ്ഥാനത്തേക്കും എത്തി. 1-2 സ്ഥാനങ്ങളിൽ മാറ്റമൊന്നുമില്ല. 1ാമത് മോഹൻലാലും 2ാമത് മമ്മൂട്ടിയുമാണ്. ഓർമാക്സ് പോപ്പുലർ ലിസ്റ്റുകളിൽ ഏറിയ പങ്കും മോഹൻലാൽ തന്നെയാണ് 1ാം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുള്ളത്. 2023 നവംബർ മാസത്തെ ലിസ്റ്റിൽ മാത്രമാണ് മറിച്ച് സംഭവിച്ചിരുന്നത്. നവംബറിലെ ലിസ്റ്റിൽ മമ്മൂട്ടി 1ാമതും മോഹൻലാൽ 2ാമതുമായിരുന്നു. അതിനുശേഷം വന്ന നേരിലെ വിജയം മോഹൻലാലിനെ പിന്നെയും 1ാമനാക്കി. നായികമാരുടെ ലിസ്റ്റിലും ചെറിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. നായികാ പ്രാധാന്യമുള്ള വേഷങ്ങൾ കുറവാണെന്ന ആക്ഷേപം സിനിമാ മേഖലയിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ്. എന്നാൽ മലയാളത്തെ സംബന്ധിച്ച് ഇടക്കാലത്തെ അപേക്ഷിച്ച് ഭേദപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇക്കാലത്ത്. പുതിയ നായികാനിരയും ഉയർന്നു വന്നിട്ടുണ്ട്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാത്ത OTT കാലത്ത് മറുഭാഷകളിൽ നിന്ന് നിരവധി അവസരങ്ങൾ ലഭിക്കുന്ന മലയാളി താരങ്ങളുണ്ട്. ഇപ്പോഴിതാ മലയാളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള 5 നടിമാരുടെ ലിസ്റ്റ് പുറത്തെത്തിയിരിക്കുകയാണ്. ഓർമാക്സിന്റെ 2023 ഡിസംബർ ലിസ്റ്റിൽ നിന്നും ചില മാറ്റങ്ങളുണ്ട് പുതിയ ലിസ്റ്റിൽ. കാവ്യ മാധവന് പകരം നിഖില വിമൽ ഇടം പിടിച്ചു എന്നതാണ് അതിൽ ശ്രദ്ധേയം. അവശേഷിക്കുന്ന 4 പേരുടെ സ്ഥാനങ്ങളിലും വ്യത്യാസം വന്നിട്ടുണ്ട്. 1ാം സ്ഥാനത്തിൽ മാത്രം മാറ്റമൊന്നുമില്ല. അന്നും ഇന്നും മഞ്ജു വാര്യർ തന്നെയാണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് മുൻപ് കല്യാണി പ്രിയദർശനായിരുന്നെങ്കിൽ ഇപ്പോഴുള്ളത് ഐശ്വര്യ ലക്ഷ്മിയാണ്. 4ാമതാണ് നിലവിൽ കല്യാണി പ്രിയദർശനും. 3ാം സ്ഥാനത്താണ് ശോഭന. 4ാം സ്ഥാനത്ത് നിന്നിരുന്ന ശോഭന ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി. 5ാം സ്ഥാനത്ത് നിഖില വിമലും. അതേസമയം മലയാളത്തിലും തമിഴിലുമൊക്കെയായി നിരവധി ശ്രദ്ധേയ ചിത്രങ്ങൾ മഞ്ജു വാര്യരുടേതായി പുറത്തെത്താനുണ്ട്. തമിഴിൽ വിടുതലൈ പാർട്ട് 2, രജനീകാന്ത് നായകനാവുന്ന വേട്ടയൻ എന്നീ ചിത്രങ്ങളിലൊക്കെ മഞ്ജു ഉണ്ട്. മലയാളത്തിൽ ലൂസിഫർ 2ാം ഭാഗമായി എമ്പുരാൻ, സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ഫൂട്ടേജ് തുടങ്ങിയ ചിത്രങ്ങളും മഞ്ജുവിന്റേതായി പുറത്തെത്താനുണ്ട്.